നിങ്ങൾക്ക് ഷവർമ കഴിക്കാൻ ഇഷ്ടമാണോ? എങ്കിൽ നമുക്കൊരു ഹോം മെയ്ഡ് ഷവർമ തയ്യാറാക്കിയാലോ? അതായത് ഗ്രിൽഡ് ചിക്കൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയോടെ തന്നെ നമുക്ക് ഷവർമ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് ഷവർമ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഷവർമ തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ നല്ലപോലെ തുടച്ച് കളയുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ചിക്കൻ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇതേപോലെ ഒന്ന് ചിക്കൻ തട്ടിക്കൊടുത്തതിന് ശേഷമാണ് നമ്മളിതൊന്ന് മുറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കണ ആ കുഴ ഉപയോഗിച്ചിട്ട് തട്ടിക്കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കന് ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക. അതായത് ഒന്ന് ചെരിച്ചിട്ട് നമ്മളിങ്ങനെ ചിക്കൻ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ എടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ സാധാരണ ഷവർമയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ചിക്കൻ ഇതേപോലെ ഒരു ചെരിഞ്ഞിട്ടാണ് നമുക്ക് ഒരു പീസായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ചെരിച്ച് മുറിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് മുറിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് സാധാരണ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുറിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇങ്ങനെ നല്ലപോലെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇത് വലിയ ചെറുനാരങ്ങയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു ചെറുനാരങ്ങയുടെ നീര് എടുത്താൽ മതിയാവും. ചെറിയ ചെറുനാരങ്ങ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ 1.5 ചെറുനാരങ്ങയുടെ നീര് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം ചില്ലി ഫ്ലേക്സ് ആണ്. 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും അതേപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല പൗഡറും പിന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം കുറച്ച് ജീരകം പൊടിച്ചതാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. അതേപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിനും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ കവർ ചെയ്തിട്ട് പുറത്ത് തന്നെ വെക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു പാൻ ഗ്രില്ല് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വളരെ കുറഞ്ഞ അളവിൽ മതി പാൻ ഗ്രില്ലായതുകൊണ്ട്. കുറച്ച് ഒഴിച്ചിട്ട് ആകെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ചിക്കന് ഓരോരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പാൻ ഗ്രില്ല് ഉണ്ടെങ്കിൽ നമ്മൾ ഓവനിലൊന്നും വെക്കേണ്ട കേട്ടോ. ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിലൊന്നും വെക്കാതെ തന്നെ നമുക്ക് ഇതേപോലെ പാൻ ഗ്രില്ലിൽ ഇട്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പാൻ ഗ്രില്ലിൽ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതേപോലെ ഗ്രില്ല് നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഗ്രില്ല് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ നിന്നും നല്ല പോലെ പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് വേണം ബാക്കി നമ്മൾ ചിക്കന് വേവിച്ചെടുക്കാനായിട്ട്. അതായത് നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ചിക്കൻ ഇടുന്നത്. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിമിന് നമുക്ക് നല്ലപോലെ കുറയ്ക്കാം. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കന് ഇത് 2 സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ചിക്കന് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കുറച്ച് ഒലിവ് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു ഓയിൽ ഊറി വരും. അപ്പോൾ നമുക്ക് ഗ്രില്ലിൽ അധികം ഓയിൽ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാ ചിക്കനും ഗ്രില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ ചിക്കന് 2 സൈഡൊക്കെ ഇവിടെ ശരിയായി കിട്ടിയിട്ടുണ്ട്. 2 സൈഡും നമുക്ക് നല്ലപോലെ മൊരിഞ്ഞ് നമുക്കിവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി പാൻ ഫ്ലെയിമിൽ നിന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചിക്കനൊന്ന് ചൂടാറാൻ വെക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ഷവർമ സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് തൈരും അതേപോലെ തന്നെ 1/2 കപ്പ് മയോനൈസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം വിനെഗറാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ വിനെഗർ ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. ഡയറക്റ്റായിട്ട് തന്നെ ഇതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞാണ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം വെളുത്തുള്ളിയാണ്. അപ്പോൾ 3-4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക്
ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. പിന്നെ നമുക്ക് വെളുത്ത എള്ള് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിവിടെ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അധികം ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ 1 ടീസ്പൂണ് ഒറിഗാനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇത്ര ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ നമുക്ക് അടിച്ചെടുക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുത്താൽ മതിട്ടോ. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ നല്ലപോലെ നമുക്ക് അടിഞ്ഞ് കിട്ടണില്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ഈ അടിച്ചു വെച്ചേക്കുന്ന ഈ സോസ് ഞാൻ ഇതുപോലത്തെ ബോട്ടിലേക്ക് ഒഴിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്നാണ് നമ്മളിപ്പോൾ ഷവർമയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾക്ക് ഷവർമയിലേക്കുള്ള കുറച്ച് പച്ചക്കറികൾ നീളത്തിൽ അരിഞ്ഞു വെക്കണം. അതായത് ക്യാരറ്റ് ഇതുപോലെ കുറച്ച്, അതേപോലെ ക്യാബേജ്, പിന്നെ കുക്കുംബർ. ഈ 3 വെജിറ്റബിളും ഞാൻ ഇതേപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനും ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് കുബൂസ് വേണം. അപ്പോൾ കുബൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ കുബൂസ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടല്ലോ. അപ്പോൾ കുബൂസ് ഉണ്ടാക്കുന്ന വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങളത് നോക്കി ചെയ്താൽ മതി. അപ്പോൾ കുബൂസും കൂടി നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ വെജിറ്റബിൾ കുറച്ച് ക്യാബേജും അതേപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് പിന്നെ കുക്കുംബർ വെക്കുക. അതേപോലെ തന്നെ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഗ്രിൽഡ് ചിക്കനിൽ നിന്നും 3ഓ 4ഓ പീസ് വെച്ചിട്ട് നമുക്കിതേപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ അടിച്ചു വെച്ചേക്കുന്ന ഷവർമ സോസിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സോസ് ഇതേപോലെ ബോട്ടിലിൽ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ സോസും കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ മടക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ 2 സൈഡും മടക്കിയെടുത്താൽ നമ്മുടെ ഷവർമ നമുക്കിവിടെ റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും